അമേരിക്കൻ ഗവൺമെന്റിനെ പറ്റിയും ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പറ്റി അറിയാത്തവരാണ് ഇതൊക്കെ പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഹാർഡ് കോർ ക്രിസ്ത്യൻ നേഷനാണ്. ആ രാജ്യത്തിൻ്റെ ഫണ്ടമെന്റൽസ് മുഴുവനും ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ഇന്ത്യയിൽ ഈ നടക്കുന്ന ദളിത് ക്രിസ്ത്യൻസ് അവർക്കെതിരെ നടക്കുന്ന ബജരാങ് ദൾ അറ്റാക്ക്, 2 കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്ത പ്രശ്നം, അതേപോലെ തന്നെ ദളിത് കൺവേർട്ട് ചെയ്തവർ, ദളിത് ക്രിസ്ത്യൻസ് അവരുടെ ശവസംസ്കാരം അടക്കാൻ സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ ബീഫിൻ്റെ ഇഷ്യൂ, മുസ്ലിങ്ങളുടെ ഇഷ്യൂ, ആ പെൺകുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അവരെ ദളിറ്റ്സിനെ മറ്റേ മാലയൊക്കെ ഇടിയിപ്പിച്ച് ഹാത്രാസിൽ കൊണ്ടുപോകുന്നു. ക്രിസ്തുമസ് അറ്റാക്ക്. ഞാൻ പറഞ്ഞു, ഇത് അമേരിക്ക വെറുതെ വിടുന്ന പ്രശ്നമല്ല. ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അമേരിക്കൻ, അതായത് ഹിന്ദു സേവാ സംഘ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ന്യൂയോർക്കിൽ. അയാൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ന്യൂജേഴ്സിയിൽ. എൻ്റെ അടുത്ത സുഹൃത്ത്, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അയാൾ എന്നോട് വിളിച്ച് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും മാത്രം 3-4 RSSൻ്റെ ലീഡേഴ്സ് അമേരിക്കയിൽ വന്നിരിക്കുന്നത്? ഇപ്പം റാം മാധവ് എങ്ങാണ്ട് കഴിഞ്ഞ 1 വർഷത്തിൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് അമേരിക്കയിൽ പോകുന്നത്. ഇത്ര വലിയ ഡിസ്കഷൻ അവിടെ നടക്കുന്നത് ഇന്ത്യൻ ഔട്ട്റീച്ചുമായിട്ട് ബന്ധപ്പെട്ട്? പുള്ളി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തിയേക്കുവാണ്. അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടവർ, റാം മാധവ്, അതായത് അയാൾ അവിടെ പോയിട്ടാണ് ഇന്ത്യ ഏതാണ്ട് സറണ്ടർ ചെയ്തു എന്ന് ഒരു എഡ്സൺ അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെമിനാറിൽ അയാൾ പറഞ്ഞത്. അതായത് 50% ടാരിഫ്, 18% ടാരിഫ്, റഷ്യയോട് എണ്ണ മേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തി, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ സറണ്ടർ ചെയ്യുന്ന അയാൾ അബദ്ധവശാൽ പറയുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അയാൾ ക്ഷമയും ചോദിച്ചു. എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തിയേക്കുന്നത്? ഈ പറയുന്ന റാം മാധവനെയും അതേപോലെ ദത്രാത്ത ഹൊസബലെ, അവർ 2 RSSൻ്റെ മോഹൻ ഭാഗവത് കഴിഞ്ഞ ഏറ്റവും സീനിയർ ലീഡേഴ്സാണ്. അതായത് ഈ റാം മാധവ് എന്ന് പറയുന്നയാൾ RSSൻ്റെ ടോപ്പ് മോസ്റ്റ് ഇൻ്റലക്ച്വലാണ്. ദത്താത്രേയ ഹൊസബലയെ പറ്റി അറിയാം. അയാളാണ് ഈ ടോപ്പായിട്ടുള്ള RSSൻ്റെ സംഘ, അതിൻ്റെ കഴിഞ്ഞ തൊട്ടടുത്ത ആളാണ്, അതിൻ്റെ സംഘടനാ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. റാം മാധവ് നേരത്തെ BJPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ആണെന്ന്.